കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിന് കാരണം ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ഡിവോഷൻസ് ഉണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡെയിലി ഡിവോഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 1000-ലധികം ഡിവോഷൻസ് നമ്മൾ വ്യക്തിപരമായി നമ്മുടെ പഠന ഗ്രൂപ്പുകളിൽ ചെയ്യുന്നുണ്ട്. 1000-ലധികം ഡിവോഷൻസും ഡിഫറൻ്റ് ആയിട്ട് വേദോസത്തിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടൊന്ന് ക്രോഡീകരിച്ച് ഒരു പുസ്തകമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അവസരം ദൈവം തരട്ടെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ ധ്യാനിച്ച വിഷയമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. യേശുക്രിസ്തു മറുരൂപമലയിൽ പോയി. മറുരൂപമലയിൽ നിന്ന് എൻ്റെ ശിഷ്യന്മാർ താഴെ 9 പേർ താഴെയുണ്ട്. അവരുടെ അടുക്കൽ കൊണ്ടുവന്ന രോഗിയായ ആ ബാലനെ സൗഖ്യമാക്കാൻ ഇവർക്ക് കഴിയാതെ വന്നപ്പോൾ യേശുവിനോട് ചോദിച്ചു, കർത്താവ്, ഞങ്ങൾക്കത് പറ്റിയില്ല. അപ്പൊ യേശുക്രിസ്തു അതിന് കൊടുക്കുന്ന മറുപടി വളരെ ലളിതമായൊരു മറുപടി പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങളുടെ വിശ്വാസക്കുറവെന്നല്ല പറഞ്ഞ്, നിങ്ങളുടെ അവിശ്വാസമൊന്നും അല്ല പറഞ്ഞു, അല്പവിശ്വാസം. അപ്പം നമുക്കറിയാം, ഈ വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പഠനങ്ങളിലും പ്രസംഗത്തിലും ഒക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയാലോ, ഒരു രോഗ സൗഖ്യമാകാതെ പോയാലോ, വീട്ടിലെ കുറച്ച് കടഭാരം മാറാതെ പോയാലോ, അപ്പം ഭൗതികമായ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നമ്മളെ മാറാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയ വാക്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്ര. പിന്നെ വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റ് രംഗത്ത് വന്നപ്പോഴത്തേന് പിന്നെന്തായി? വിശ്വാസത്താൽ എങ്ങനെ വിശ്വാസത്തെ നേടാൻ പറ്റും, എങ്ങനെ വിശ്വാസത്തെ വളർത്താൻ പറ്റും, വിശ്വാസത്തിന്റെ അത്ഭുത താക്കോൽ എന്താണ്, പിന്നെ ഇങ്ങനെ ഫെയ്ത്ത് വന്ന് ഇപ്പൊ ആളുകൾക്ക് വിശ്വാസം ഇല്ലാതെ, പല കാര്യത്തിലും ആൾക്ക് വിശ്വാസമില്ല. കാരണം എന്തറിയാം, ഇത് പറഞ്ഞു ഒന്നും സംഭവിക്കാതെ ആയപ്പോൾ ആളുകളുടെ വിശ്വാസം ഇല്ലാതായപ്പം യേശു ഇതൊന്നും അല്ല പറഞ്ഞു. യേശു പറഞ്ഞു, അല്പവിശ്വാസം നിമിത്തം അത്രേ. ഈ അല്പവിശ്വാസം എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്കെന്ന് പറയുന്നത്, ഹീബ്രു അരാമായിക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അല്പവിശ്വാസം എന്നതിന്, ലിറ്റിൽ ഫെയ്ത്ത് എന്നതിന് കൊടുത്തിരുന്ന അല്പവിശ്വാസം എന്നതിന് കൊടുത്തിരിക്കുന്ന അരാമായിക്ക് പദം ലഷൈ മനുദ എന്ന്. ലഷൈ മനുദ എന്ന് പറഞ്ഞാൽ അർത്ഥം കുറച്ച് വിശ്വാസമെന്നല്ല, മിശ്രിതമോ വികലമോ അശുദ്ധമോ ആയ വിശ്വാസം, ശുദ്ധമല്ലാത്ത വിശ്വാസം, മിശ്രിതമായ വിശ്വാസം, ദുരുദ്ദേശത്തോടു കൂടിയുള്ള വിശ്വാസം. അതാണ് ഈ അല്പവിശ്വാസം പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് വിശ്വാസത്തിന് കുറവൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ള വിശ്വാസത്തിനകത്ത് പ്യുവർ അല്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ ലഷൈ മനുദ എന്ന് പറയുന്ന ലിറ്റിൽ ഫെയ്ത്ത് എന്നതിന് കൊടുത്തിരിക്കുന്ന അരാമായിക്ക് വാക്കിന്റെ അർത്ഥം. ഇനി ഈ വാക്ക് പറഞ്ഞ ശേഷം അത് നിങ്ങൾ ആ വലിയ വിശ്വാസം, വലിയ ശ്രേഷ്ഠ വിശ്വാസം, മൗണ്ടൻ മൂവിങ് ഫെയ്ത്ത് ഇങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വരാൻ ഒറ്റ വാക്ക് പറയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എന്നിട്ട് പറയാ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യത്തില്ല, നീങ്ങി പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഇനി ഇതിന്റെ പശ്ചാത്തലം നോക്ക്. മറുരൂപമലയിൽ നിന്നാണ് യേശു വരുന്നത്. മറുരൂപമല എന്തിനാ കാണിക്കുന്നത്? യേശുവിന്റെ 2ാം വരവ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, യേശുവിന്റെ 2ാം വരവിന്റെ ദർശനമാണ് ഈ മറുരൂപമല. സംശയമുള്ളവര് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചാൽ മതി. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും നിങ്ങളോട് അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ മറുരൂപമലയിൽ ഇരുന്നപ്പോൾ ഉണ്ടായ സന്ദർഭത്തെയാണ് യേശു ക്രിസ്തുവിന്റെ 2ാം വരവുമായി ചേർത്ത് പറയുന്നത്. ശ്രദ്ധിക്കുക, 2ാം വരവിന്റെ ദർശനം എന്താ? അവിടെ മറുരൂപമല യേശു തന്റെ സഭ എടുത്തോണ്ട് പോയോ? ഇല്ല. റാപ്ചർ സംഭവിച്ചോ? ഇല്ല. എന്തുവാ സംഭവിച്ചത് മറുരൂപമലയിൽ?
ക്രിസ്തു മറുരൂപമായി. ക്രിസ്തു മറുരൂപം എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫൈഡ് ആയി. അപ്പൊ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഹെഡ് ആൻഡ് ബോഡി. സെക്കൻഡ് കമ്മിങ്ങിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിഫൈഡ്. ക്രൈസ്റ്റ് ഗ്ലോറിഫൈഡ് ആയ അവന്റെ ചർച്ച് എന്താകാൻ പോകും? ഗ്ലോറിഫൈഡ് ആകും. ചർച്ച് ഗ്ലോറിഫൈഡ് ആയി കഴിയുമ്പോൾ ഏലിയാവും മോസസ് എന്ത് ചെയ്യാൻ പോവുക? അവരുടെ ഫുൾഫില്ലാവും. അവരുടെ പണി തീർന്നതിന്റെ പ്രതീകമായിട്ട് ഇവർ രണ്ടുപേരും ഡിസപ്പിയർ ആകും. നിങ്ങൾ അവിടെ പോയി നോക്കി, സ്വർഗത്തിൽ നിന്ന് വിളിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾ മോശ പറയുന്നതും ഏലിയാവ് പറയുന്നതും അല്ല കേൾക്കേണ്ടത്, പുത്രൻ പറയുന്നത് കേട്ടാൽ മതി. നൗ ദ സൺ ഈസ് ഗ്ലോറിഫൈഡ് ആൻഡ് ദ ചർച്ച് ഈസ് ഓൾസോ ഗ്ലോറിഫൈഡ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് കമ്മിങ്. സെക്കൻഡ് കമ്മിങ്ങിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വീകരണവും സഭയുടെ മഹത്വീകരണമാണ്. അല്ലാതെ പത്രോസ് യാക്കോബ് യോഹന്നാനെ റാഞ്ചിക്കൊണ്ട് മോളി പോവല്ല. നമ്മൾ വേദവസ്തുത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പം സെക്കൻഡ് കമ്മിങ്ങിന്റെ ദർശനമാണ് അവിടെ സംഭവിച്ചത്. മോശ ഏലിയാവും ഡിസപ്പിയർ ആയി. കർത്താവ് എന്നിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയാണ്, പത്രോസേ യാക്കോബ് യോഹന്നാനെ ഈ ദർശനം ആരോടും പറയില്ല കേട്ടോ. ഇപ്പൊ പിന്നെ അതെന്താ അങ്ങനെ? മനുഷ്യപുത്രൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുന്നത് വരെ പറയരുത്. സംഭവം എന്നറിയാമോ? ദർശനം വല്ലാത്തൊരു ദർശനം. ഇപ്പം മോശ ഏലിയാവും ഡിസപ്പിയർ ആയി എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വാ, അത്രയ്ക്കല്ലേ ഉള്ളു, പോട്ടെ, അവരില്ല, നമുക്ക് എന്നാന്ന്. പക്ഷെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശു തേജസ്സിൽ നിൽക്കുന്നതും മോശയും ഏലിയാവും ഡിസപ്പിയർ ആകുന്നതും ഞങ്ങൾ കണ്ടു. പിന്നെ യേശു മാത്രമേ ഉള്ളൂ എന്ന് യഹൂദനോട് പറഞ്ഞാൽ ഗോൽഗോത വരെ പോവാൻ അവന്മാർ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലും. ആകപ്പാടെ അവർക്കുള്ളത് മോശയും ഏലിയാവും ഒക്കെ. ഇത് പോവുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നാം ഇവിടെ ഇരിക്കുന്ന നമുക്ക് നിനക്ക് സമ്മതമെങ്കിൽ 3 കുടിലുണ്ടാക്കാന്ന് പറയുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാതെ ഒരു കൂടാരവും വേണ്ട, മോശയുടെയും ഏലിയാവിന്റെയും കൂടാരം റിമൂവ് ആകാൻ പോവുകയാണ് എന്ന മെസ്സേജ് ലോകത്തോട് പറഞ്ഞാൽ ക്രിസ്തുവിന് ക്രൂശീകരിക്കണത്തിന് മുമ്പ് കൊല്ലപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നവരെ എന്ത് ചെയ്യരുത്? ഈ ദർശനം പറയാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് സന്ദർഭം. ഇനി താഴ്ത്തു വരുമ്പോൾ ഭൂതത്തിനെ പുറത്താക്കാൻ പറ്റിയില്ല. കർത്താവായ യേശു ക്രിസ്തുവോട് നിങ്ങളുടെ അല്പവിശ്വാസം. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താ? ഇവർക്ക് ഫെയ്ത്ത് ഉണ്ട്. ഇതേ പദം കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത്, എനിക്ക് തോന്നുന്നു, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലാണ്. പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുന്നു. വെള്ളത്തിന് മീതെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും കണ്ട് ഭയപ്പെടുന്നു. ഭയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അവന് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. സത്യം പറയാം, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇയാൾ വലിയ വെള്ളത്തിൽ ചാടുന്ന ആളാണ്. കടലിൽ കടന്ന് ജീവിക്കുന്ന മുക്കുവൻ പെരുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കരയൂ. അപ്പൊ ഇവിടെ അദ്ദേഹം നിലവിളിക്കുന്നു, നാഥാ രക്ഷിക്കണേ എന്ന് പറയുന്നു. യേശു അവന് കൈക്ക് പിടിച്ചവനെ ബോട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞതാണ്, അല്പവിശ്വാസിയെ എന്തിന് സംശയിച്ചു. അപ്പൊ അവന്റെ പേരെന്താണ്? അല്പവിശ്വാസം. അതിന്റെ അർത്ഥം, ബോട്ടിൽ നിന്ന് യേശുവിനോട് ചോദിക്കുക, കർത്താവ് നീ ആകുന്നുവെങ്കിൽ നിന്റെ അടുക്കലേക്ക്, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരാൻ കൽപ്പിക്കാൻ പറഞ്ഞു. സോ വരിക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? നീ ആകുന്നുവെങ്കിൽ. കർത്താവ് സത്യത്തിൽ നീ തന്നെയാണെങ്കിൽ, അതായത് ഇവർക്ക് സംശയം, ആദ്യം ഭൂതമാണെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, യേശു ആരാന്ന് പറഞ്ഞേ? ഭൂതമാണെന്ന് പറഞ്ഞു. ഭൂതമെന്ന് പറഞ്ഞ ആള് അടുത്ത് ആ ഇരുണ്ട അവസ്ഥയിൽ അവർ, അതിരാവിലെയാണ്, കാറ്റ് കൊടുങ്കാറ്റ് എല്ലാം ഉണ്ട്, സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല. യേശുവിനെ കൊണ്ട് പറഞ്ഞു, നീ ആണെങ്കിൽ, കറക്റ്റ് നീ ആണെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കും. അപ്പൊ യേശുക്രിസ്തു ദൈവപുത്രനാണെങ്കിൽ അങ്ങോട്ട് വരാൻ കൽപ്പിക്കാനാണ്. അപ്പം ഇദ്ദേഹം വെള്ളത്തിന്റെ പുറത്തൂടെ നടക്കുമ്പോൾ പുള്ളി എന്താ തെളിയിച്ചെന്നറിയാമോ? യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പുള്ളിക്ക് വിശ്വാസമായത്, പുള്ളിക്ക് ഫെയ്ത്ത് ആയത്, അത് പത്രോസിന് ഫെയ്ത്ത് ആയത് വെള്ളത്തിന്റെ പുറത്തോട്ട്. അപ്പൊ നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരാൻ കൽപ്പിക്കണം. അപ്പം വരികാൻ പറഞ്ഞു. അപ്പൊ നടന്നു പോകുമ്പോൾ അവൻ മനസ്സിലായി അത് യേശു ദൈവപുത്രനാണെന്ന്. അല്ലെ യേശുവാണ്, അങ്ങനെ തങ്ങളുടെ ഗുരു തന്നെയാണെന്ന് സംശയമില്ലായിരുന്നു. അപ്പൊ ആ സംശയം ദൂരീകരിക്കപ്പെട്ടത് വെള്ളത്തിന്റെ പുറത്തോട്ട് നടന്നപ്പോൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അവനോട് ഒപ്പം പറയാം അല്പവിശ്വാസി എന്ന്. ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവനെ ശാസിച്ചത്, ഞാൻ ഒരുപാട് കമന്ററിയിൽ ഇപ്പം ജസ്റ്റ് ഞാൻ നോക്കുമായിരുന്നു, കമന്ററിയിലെല്ലാം കൊടുക്കുന്നത് കർത്താവ് അവനെ ശാസിച്ചതുപോലെയാണ്. അവന്റെ ആ വെള്ളത്തിലോട്ട് മുങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ആ സാഹചര്യവും അവിശ്വാസത്തെ അല്ല. അറമായിക്ക് ഭാഷയിൽ നമ്മൾ അതിന്റെ ആ പദത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ പദത്തിന്റെ ഒരു വൈകാരികതയുണ്ട്. നമുക്കറിയാം, ചില പദങ്ങള് ഇമോഷണലി പറയുന്ന പദങ്ങളുണ്ട്. ഒരു എന്താ പറയുന്നത്, എങ്ങനെ അത് പറഞ്ഞു തരണ്ടേ,
ചില പദങ്ങൾക്കകത്തൊരു ഒരു 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 ഇമോഷണൽ ടച്ച് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തുവാ, ആങ്കറോ അല്ലെങ്കിൽ ഒരു ഭത്സനമോ അല്ലായിരുന്നു ആ വാക്കിനകത്തുള്ളത്. മറിച്ച് സത്യത്തിൽ കർത്താവ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. എന്തോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അറിയാമോ? എടാ അല്പവിശ്വാസി, ഞാൻ എൻ്റെ ഭാഷ പറയട്ടോ, എടാ അല്പവിശ്വാസി, നിന്റെ അല്പവിശ്വാസം കൊണ്ടാണ് നീ ഈ വെള്ളത്തിന്റെ പുറത്ത് നടന്നു വന്നേ. നീ മുങ്ങിപ്പോയത് നിന്റെ അല്പവിശ്വാസം കൊണ്ടൊന്നുമല്ല, നീ മുങ്ങിപ്പോയത് നിന്റെ അവിശ്വാസം കൊണ്ടാണ്. പക്ഷെ നീ നടന്നു വന്നത് നിന്റെ അല്പവിശ്വാസം കൊണ്ട്. എടാ അതിന്റെ അർത്ഥം, എടാ അല്പവിശ്വാസം ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ പുറത്തൊക്കെ നടക്കാം. മനസ്സിലാക്കണേ, വെള്ളത്തിന്റെ പുറത്ത് നടക്കാം, മതി, അല്പം വിശ്വാസം മാത്രം മതി. ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിയാലോ, ഞാൻ ദൈവപുത്രനാണോ, അത് മതി. ആ അല്പവിശ്വാസം കൊണ്ട് നിനക്ക് വെള്ളത്തിന്റെ പുറത്ത് നടക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പത്രോസിന്റെ ഫെയ്ത്ത് അല്പവിശ്വാസം ഒന്നും അല്ലായിരുന്നില്ല, വലിയ ഫെയ്ത്ത് അല്ലേ. പക്ഷെ അല്പവിശ്വാസം കൊണ്ട് എന്ത് ചെയ്യാണ് അവൻ? വെള്ളത്തിന്റെ പുറത്ത് നടക്കാം. എന്നിട്ട് ക്രൈസ്റ്റ്, അപ്പൊ ഇദ്ദേഹത്തിന് ഫെയ്ത്ത് ഉണ്ട്, അതാ പത്രോസിന്റെ ഫെയ്ത്ത് ഉണ്ട്. പത്രോസിന്റെ ഫെയ്ത്ത് ഒന്നും പോയില്ല. അപ്പൊ ഇവിടെ കർത്താവ് എന്തുകൊണ്ട് ശിഷ്യന്മാരോട് അല്പവിശ്വാസം എന്ന് പറഞ്ഞു? അർത്ഥം ഇവരുടെ വിശ്വാസത്തിന് അളവ് കുറവാണെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങളുടെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തോ അത് ലാഷൈ മനുഥ. ലാഷൈ മനുഥ. ലാഷൈ മനുഥ മീൻസ് you have faith but it's not pure. അതുകൊണ്ട് കർത്താവ് പറയാ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. ഇപ്പൊ കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1-ാം നൂറ്റാണ്ടിലെ ആളുകളുടെ ചിന്തയിലേക്ക് തന്നെ പോകണം. 1-ാം നൂറ്റാണ്ടിൽ ഈ കടുകുമണി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കടുകുമണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കടുകുമണിയുടെ പ്രത്യേകത ഇന്നതാണ്, അത് തറയിലിട്ടാൽ അത് വലിയ, യേശു തന്നെ ഉപമയെ പറഞ്ഞിട്ട് ഒരു കടുകുമണി നിലത്തിട്ടു, അത് വൻ വൃക്ഷമായി തീർന്നു. അപ്പം കടുകുമണിക്ക് വളർച്ചയുണ്ടാകും, കടുകുമണി ഇട്ടാൽ അത് ചെടിയായി വളരും. അപ്പം വിശ്വാസം വളരേണ്ടത് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. ഫെയ്ത്ത് വളരണം, ഗ്രോയിങ് ഫെയ്ത്ത്. പക്ഷെ ഇവിടെ ദൈവം, കർത്താവായ യേശു കടുകുമണി എന്ന് പറഞ്ഞത്, ആ കടുകുമണി എന്ന് പറഞ്ഞതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അരാമായിക്ക് പദമാ. പെഷിത്ത ബൈബിളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊടുത്തിരിക്കുന്നതാണ് പരദാഥ. പരദാഥ ദ ഖരടൽ. അതിന് മലയാളത്തില്, ഹീബ്രു, ഗ്രീക്കിൽ, അരാമായിക്കിൽ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. CHARADL എന്ന, അതിന് ചരടൽ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കാൻ. പലപ്പോഴും ഹീബ്രു അല്ലത് ഖ എന്ന അർത്ഥം, CHനെ ഖ എന്ന രീതിയിലും ഉച്ചരിക്കാറുണ്ട്. അപ്പൊ കരടൽ, പരദാത്ത ഡ ഖരടൽ എന്നാണ്. നാക്കുളുക്കി പോവാ ഇതൊക്കെ ഈ പറയുമ്പോൾ തന്നെ. പക്ഷെ ഇവിടെ ഈ പദം ഉപയോഗിക്കുന്നത് കടുകുമണി എന്ന നടാനുള്ള വിത്തിനെ കുറിച്ച് പരാമർശിക്കുന്നതിനല്ല, മറിച്ച് കടുകുമണി എന്ന ധാന്യത്തെ കുറിച്ച്. ഇറ്റ്സ് നോട്ട് എ സീഡ്, അതായത് വിത്ത് വിതച്ചിട്ട് കിളുത്തു വരുന്ന ഒരു പദമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രെയിൻ. സീഡ് ഈസ് ഫോർ സോയിങ്, ഗ്രെയിൻ ഈസ് ഫോർ ഈറ്റിംഗ്. അത് വിതയ്ക്കാൻ വേണ്ടിയുള്ള വിത്തിനെ കുറിച്ചല്ല, മറിച്ച് ഭക്ഷണത്തിനും മറ്റു രുചിക്കും ഉപയോഗിക്കുന്ന ഒരു ധാന്യത്തെയാണ് കടുകുമണിയായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ കടുകുമണി ഇവിടെ വിതയ്ക്കാനുള്ള വിത്തല്ല, മറിച്ച് ധാന്യമാണ്. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എത്ര വേണം? കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ കടുകുമണി വിതച്ചിട്ട് വളർത്തിയെടുക്കുന്നതല്ല, മറിച്ച് അത് ഭക്ഷിക്കാൻ യോഗ്യമായത്. എബ്രായ പശ്ചാത്തലത്തില് കടുകുമണി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് അവർ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ പ്യൂരിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം അത് അവരുടെ എബ്രായ ആർട്ടിക്കിളിൽ വായിച്ചത് ഇങ്ങനെയാണ്. പെസഹായുടെ അന്ന് അവര് ഈ ഗ്രെയിൻ ഇത് ഉപയോഗിക്കത്തില്ല, ഈ കടുക് ഉപയോഗിക്കത്തില്ല. കാരണം അത് പെട്ടെന്ന് ഒരു ഫെർമെന്റ് ആകാൻ സാധ്യതയുണ്ട്.
ഒന്ന്, ഇതിന് ശുദ്ധിയെ കാണിക്കും, പ്യൂരിറ്റിയെ കാണിക്കും. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണേ, കടുക് എന്ന് പറഞ്ഞ പ്യൂരിറ്റി. രണ്ടാമത്തത് ഷാർപ്നെസ്, ഒരു ഷാർപ്പ, അതായത് എങ്ങനെ മനസ്സിലാക്കി തരട്ടെ, ഷാർപ്നെസ്സിനെ കാണിക്കുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് രുചി കൂട്ടാൻ ഉപയോഗിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പം മസ്റ്റാർഡ് സോസ് കിട്ടും നമുക്ക്, US ഉള്ളവർക്ക് അറിയാം. ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ മസ്റ്റാർഡിന്റെ എന്താ പറയാ, നമ്മൾ ഈ ടൊമാറ്റോയുടെ ഇതുണ്ട് സോസ് ഉള്ളതുപോലെ മസ്റ്റാർഡ് സോസ് ഉണ്ട്. അത് നമ്മൾ നല്ല ടേസ്റ്റിയാണ് അല്ലേ, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാ ആഹാരത്തിനും നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, മസ്റ്റാർഡ് ഉപയോഗിക്കാറുണ്ടല്ലേ. അതൊരു രുചികരമായ ആഹാരം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാർക്ക് ഇത് എന്താണെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായത്, ഇത് പ്യൂരിറ്റിയാണ്, ഇത് രുചി ഉണ്ടാക്കുന്നതാണ്, ഇത് ഗ്രെയിൻ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം രുചി കൂട്ടുന്നതിനും ശുദ്ധീകരണത്തിനും മറ്റും ആണ് ഈ ധാന്യത്തെ ഉപയോഗിക്കുന്നത്, അത് കൃത്യമായ നിലയിൽ. അപ്പം ഇത് വളരുന്നതല്ല, അല്ലെങ്കിൽ വളർത്താനുള്ളതല്ലെന്ന് നിങ്ങൾ ആദ്യം അറിയണം. നമ്മൾ ഇത്ര നാളും പഠിച്ചു വെച്ചാൽ എന്താ, കടുകുമണി വളർത്തു വരുക. എന്നാൽ കടുകുമണിയെ കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ഷാർപ്നെസ്, ഇറ്റ്സ് പ്യൂരിറ്റി, അശുദ്ധിയിൽ നിന്നുള്ള വേർതിരിവ്, സെപ്പറേഷൻ ഫ്രം ഇംപ്യൂരിറ്റി, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ കടുകെന്നുകൊണ്ട വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഞാനല്ല, യഹൂദന്മാരായ 1-ാം നൂറ്റാണ്ടിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഇതറിയാം. നമുക്ക് കടുകുമണി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പാത്രത്തിലെ കടുകുമണി എടുത്തിട്ട് പറയാതെ, കടുകുമണി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫെയ്ത്ത് ഇത്രയും. അത് വലുപ്പമല്ല കാണിക്കുന്നത്, അളവിനെ കുറിച്ചല്ല പറയുന്നത്, വിശ്വാസത്തിന്റെ അളവല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ്, വിശ്വാസത്തിന്റെ പവിത്രതയാണ്, വിശ്വാസത്തിന്റെ കലർപ്പില്ലായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ദുരുദ്ദേശമില്ലായ്മയാണ്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എവിടാ, ഈ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക്, അല്ലെ പോട്ടെ, മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ട്? വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റുകാർ എന്നെ വഴക്ക് പറയാൻ വരരുത്. നിങ്ങളുടെ മുമ്പിലെ പർവ്വതങ്ങൾ, മൗണ്ടൻ ടൈപ്പ് പ്രോബ്ലംസ്, എല്ലാവരും അതാ പഠിപ്പിക്കുന്നത്. ഇന്ന് മാറാൻ പോവുകയാണ്, യേശുവിന്റെ നാമത്തിൽ മാറാൻ പോകും. നോ, ഇതല്ല ഇതിന്റെ പശ്ചാത്തലം. ഈ വാക്കിനൊരു പശ്ചാത്തലമുണ്ട്. അപ്പൊ യേശുവിന് ഇപ്പം മനസ്സിൽ തോന്നിയതല്ല. ജീസസ് കെയിം ടു ദിസ് വേൾഡ് ടു ഫുൾഫിൽ ദ ലോസ് ആൻഡ് ദ പ്രോഫറ്റ്സ്. സോ ആ മല നീങ്ങുക എന്ന് കേൾക്കുമ്പോൾ യഹൂദന്മാർ ഒരിക്കലും ശിഷ്യന്മാരൊക്കെ കാണാൻ പോയി, അത് ക്യാൻസർ ആണ്, അത് ഡയബറ്റിക് ആണ്, അത് പക്ഷപാത രോഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുറെ രോഗശാന്തി അച്ചച്ചന്മാരുണ്ടല്ലോ, ഇവന്മാര് പ്രശ്നം, ഇതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം, വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടി, വിഷയത്തിന്റെ മീതെ ഉപവസിക്കുകയാണ്. വിഷയങ്ങൾ പർവ്വതസമമായ വിഷയം, ഇതൊന്നും അല്ലടോ ചേട്ടായി, പർവ്വതസമമൊന്നും അല്ലത്. ഇവിടുത്തെ കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ, ഈ ജസ്റ്റ് ഗോ ടു സെഫറിയ. സെഫറിയ എന്ന് പറയുന്ന യഹൂദന്മാരുടെ കമന്ററി ഉണ്ട്. സെഫറിയ ഒരു അവരുടെ ഒരു ബൈബിള് പഠിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ തൽമൂദിക്ക് മറ്റ് മിഡ്രാഷ് എല്ലാം കൂടെ ചേരുന്ന കമന്ററി ഉണ്ട്. ഈ കമന്ററിയെ നന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു പഠനമാണ് ഈ sefaria.org എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യു ക്യാൻ ഗോ ആൻഡ് സി ദാറ്റ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ അത് തന്നെ വായിക്കാൻ പോവുകയാണ്. അതായത് തൽമൂദിന്റെ ഷബാത്ത് 88A ചാപ്റ്റർ ഒക്കെ ആയിരിക്കും കേട്ടോ തൽമൂദിന്. ദ തോറ സേസ്, ഇവര് പഠിപ്പിച്ചിങ്ങനെയാണ്, തോറ സേസ് ആൻഡ് മോസസ് ബ്രോട്ട് ഫോർ ദ പീപ്പിൾ ഔട്ട് ഓഫ് ദ ക്യാമ്പ് ടു മീറ്റ് ഗോഡ്. നമ്മൾ നേരത്തെ വായിച്ചാണേ, എന്തോ വായിച്ചേക്കുന്നത്, മോശ തന്റെ ജനത്തെ അടിവാരത്തിലേക്ക് കൊണ്ടുപോയി. ഇത് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. യേശു ന്യായപ്രമാണത്തെയും പ്രവാചകരെയും നീക്കി എന്ന് പറയുന്ന മറുരൂപമലന്ന് ഇറങ്ങി വരുന്ന സന്ദർഭം, അവിടെ നീങ്ങിപ്പോയത് ഓൾഡ് കവനന്റ് നീങ്ങിപ്പോയി. ഇവിടെ ഈ മല നീങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അവിടെ ഓൾഡ് കവനന്റ് നീങ്ങിപ്പോയിരിക്കുന്നു. ഇവിടെ വിശ്വാസം, നിങ്ങൾക്ക് കടുകുമണിയുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റാത്തത് നിങ്ങളുടെ അവിശ്വാസമല്ല, നിങ്ങളുടെ അല്പവിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് കുറവില്ല, പക്ഷെ നിങ്ങളുടെ വിശ്വാസം അപൂർണമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് പ്യൂരിറ്റി ഇല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉദ്ദേശം ശരിയല്ല എന്നാണ് യേശു പറയുന്നത്.
ഓക്കെ. എന്നിട്ട് പറയാ ഈ മലയോട്. എന്താണ് യേശു പറയാൻ കാരണം നോക്കി. ആൻഡ് ദേ സ്റ്റുഡ് അറ്റ് ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മൗണ്ട്. ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മൗണ്ട്, അടിവാരത്തിൽ കൊണ്ടുവന്നു അങ്ങനെ എഴുതിയേക്കുന്നില്ലേ? അടിവാരത്തിൽ നിർത്തിയെന്ന് എഴുതിയേക്കുന്നു. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ഈ അടിവാരത്ത് നിന്നു, ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മൗണ്ടൻ. അതിന് റബി ഔദിനി എന്ന് പറയുന്ന ബാർ ഹോസ എന്ന് പറയുന്ന റബി, അദ്ദേഹം തൽമൂദിൽ പഠിപ്പിച്ചിങ്ങനെ, ദ ജൂയിഷ് പീപ്പിൾ, ശ്രദ്ധിക്കണേ, ആക്ച്വലി സ്റ്റുഡ് ബെനീത്ത് ദ മൗണ്ടൻ. അവര് പഠിപ്പിച്ച യഹൂദന്മാരായ ആളുകൾ എവിടെ ഒന്നും ബെനീത്ത്, പർവ്വതത്തിന്റെ അടിയിൽ, ബെനീത്ത്, ഏതോ താഴെ വന്ന് നിൽക്കുകയല്ല, beneath the mountain. And the verse teaches that the Holy One, blessed be he, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവർ അങ്ങനെ പറയട്ടോ, the Holy One, blessed be he, വാഴ്ത്തപ്പെട്ടവൻ, overturned the mountain above the Jews like a tub. ഒരു ടബ് പോലെ ദൈവം എന്ത് ചെയ്തു? പർവ്വതത്തെ ഇവരുടെ മുകളിൽ ഇങ്ങനെ ആക്കി. ശ്രദ്ധിക്കണം, പർവ്വതത്തെ ഈ ജൂയിഷ് പീപ്പിളിന്റെ മുകളിലാക്കി. and said to them, if you accept Torah, if you accept Torah, excellent, the Torah excellent, and if not, if you accept Torah excellent, and if not, there will be your burial. ശ്രദ്ധിക്കണേ, അവിടെ കൊണ്ടുവന്നിട്ട് പർവ്വതത്തെ ഇവരുടെ മുകളിൽ കൊണ്ടു നിർത്തിയെന്ന ഇവർ പഠിപ്പിക്കുക. അത് ലിറ്ററൽ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ തൽമുദിൽ യഹൂദന്മാർ പഠിപ്പിച്ച ദൈവം എത്രത്തോളം സീരിയസ് ആയിരുന്നു പ്രമാണത്തെ കുറിച്ചെന്ന്. ഇവരെ ഈ പർവ്വതത്തെ ദൈവം അങ്ങ് പൊക്കി. ദൈവം പൊക്കിയിട്ട് ജനത്തെ അതിന്റെ കീഴിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തെ അംഗീകരിച്ചാൽ എക്സലന്റ്, ഇല്ലെങ്കിൽ ബെറിയൽ എന്ന് പറയാ. നിങ്ങൾ മനസ്സിലാക്കുന്ന പറഞ്ഞേ, ന്യായപ്രമാണത്തിന് പർവ്വതം ഇവരുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാം ഇപ്പൊ ഇവിടെ ആണല്ലോ, അംഗീകരിക്കാമെങ്കിൽ, സത്യം പറഞ്ഞൊരു ഭീഷണിയല്ലേ, അംഗീകരിച്ചാൽ വിടുതൽ, അല്ലെങ്കിൽ ചത്ത്. If you accept Torah, excellent. And if you're not accepting it, there will be a burial. കൊന്നോളയെന്ന് പറഞ്ഞു. എന്നിട്ട് താഴോട്ട്, അതുകൊണ്ടാണ് ഇവര് നമ്മള് പറയുന്നത് ഇങ്ങനെയാണ്, സോ ദേ അക്സെപ്റ്റഡ് ഇറ്റ്, അവർ അംഗീകരിച്ചു, വില്ലിംഗ്ലി, അവര് പൂർണ്ണമായ മനസ്സോടെ സമ്മതിച്ചു, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു, അവർ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ, ഗോഡ് ഓർഡൈൻഡ്, സോ യഹൂദന്മാർ, അതുകൊണ്ടാണ് എസ്തറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിൽ 29-27 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ ജൂസ് ഓർഡൈൻഡ് ആൻഡ് ടുക്ക് അപ്പോൺ ദം ആൻഡ് അപ്പോൺ ദെയർ സീഡ്സ് ആൻഡ് അപ്പോൺ ഓൾ സച്ച് ജോയിൻഡ് ദംസെൽവ്സ് അൻടു ദം. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തെ അവർ എന്ത് ചെയ്തു? ഞാൻ ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ്. എസ്തറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. കാരണം ഇത് കർശനമായ നിലയിൽ അവർ അക്സെപ്റ്റ് ചെയ്തു. വീണ്ടും പ്രവാസകാലത്ത് ഇവിടെ യഹൂദന്മാർ ഈ 2 ദിവസങ്ങൾ, അതായത് വർഷത്തിലെ 2 ദിവസങ്ങളെ എന്ത് ചെയ്തു? അവരുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങൾ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണം ഈ പൂരി ദിവസത്തെ യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ അവരുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യാത്ത പ്രകാരം തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. സോ അവർ ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി ഒരു ദിവസത്തെ വേർതിരിച്ചു. ദാറ്റ് മീൻസ് അവിടെ അവരിത് പഠിപ്പിക്കാൻ, ജൂവിനോട് പഠിപ്പിക്കുന്നത് അവരതിനെ ഓർഡൈൻ ചെയ്തു. The Jews ordained what they had already taken upon themselves through the ഭീഷണിയില്ലേ ഇൻ സീനായിൽ വെച്ചെടുത്തത് വീണ്ടും അവര് ഇവിടെ മിസ്രൈമിൽ അല്ലെങ്കിൽ ബാബിലോണിൽ വെച്ച്, മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കീഴിൽ വെച്ച് അവർ വീണ്ടും എടുക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിന് സാരം ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നമ്മൾ അറിയേണ്ടതായ ഒരു പ്രധാന കാര്യം, പ്രൈസ് ദി ലോർഡ്, ദൈവം പറയുകയാണ്, പർവ്വതത്തെ ഇവരുടെ മുകളിൽ കൊണ്ട് നിർത്തി നിർബന്ധിച്ചിട്ട് ന്യായപ്രമാണത്തെ സ്വീകരിപ്പിച്ചു.
ഈ വിഷയത്തെക്കുറിച്ച് റബിമാർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് സങ്കീർത്തനം 76:9 നീ സ്വർഗത്തിൽ നിന്ന് വിധി കേൾപ്പിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണം. നീ സ്വർഗത്തിൽ നിന്ന് വിധി കേൾപ്പിച്ചു, ഭൂമി ഭയപ്പെട്ടു മിണ്ടാതിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് ഭയപ്പെട്ടു മിണ്ടാതിരുന്നു. എന്തുകൊണ്ടാണത് നിശബ്ദമായിരുന്നത്? എന്തുകൊണ്ട് അത് ഭയപ്പെട്ടു? ആദ്യം ഭയപ്പെട്ടു, ഒടുവിൽ അത് മിണ്ടാതിരുന്നു. നീ സ്വർഗത്തിൽ നിന്ന് വിധി കേൾപ്പിച്ചു, ഭൂമി ഭയപ്പെട്ടു മിണ്ടാതിരുന്നു. ഇത് പറയുന്നത് ഇത് സീനായി പർവ്വതത്തെ കുറിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ന്യായപ്രമാണം ദൈവം കൊടുത്തപ്പോ ആദ്യം എന്തായിരുന്നു? ഭൂമി ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഭൂമി ഭയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഭൂമി ഭയപ്പെട്ടത്? അതിന് അവർ കൊടുക്കുന്ന വിശദീകരണം, 6ാമത്തെ ദിവസം ദൈവം സൃഷ്ടി നടത്തിയ ശേഷം സന്ധ്യയായി ഉഷസ്സുമായി 6ാം ദിവസം എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ കാണും. എന്നാൽ ഈ 6ാം ദിവസത്തെ സന്ധ്യയായ ഉഷസ്സുമായ 6ാം ദിവസം എന്ന് എഴുതുന്നതിന് മുമ്പ് തുടക്കത്തിൽ നിങ്ങൾ ഹീബ്രു ബൈബിൾ, യു ക്യാൻ ടേക്ക് ബൈബിൾ ഹബ് എടുത്തിട്ട് ഉൽപ്പത്തി 1:31 എടുത്ത് അതിന്റെ ഹീബ്രുവിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ വാക്ക് ഒരു ബെയ്ത്ത് എന്ന വാക്കാണ്. ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ബെയ്ത്ത് എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ദൈവം യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ബെയ്ത്ത് എന്ന വാക്ക് ദൈവം അവിടെ കൊടുക്കാനൊരു കാരണമുണ്ട്. അപ്പം റബിമാര് പറഞ്ഞൊരു കാര്യം, ഫസ്റ്റ് ഭൂമി ഭയപ്പെട്ടു, അവന്റെ മുമ്പിൽ സൈലന്റായി. ഇതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ആരംഭത്തിൽ അവിടെ ഒരു വേർഡ് അധികമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് ബെയ്ത്താണ്. സോറി ബെയ്ത്ത് അല്ല, ഹേ. ഐ എം വെരി സോറി, ഇറ്റ്സ് കൺഫ്യൂസ്ഡ്. ഹേ എന്നൊരു വാക്കുണ്ട്. ഹേ എന്നൊരു വാക്ക് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, ഈ 5 ദിവസങ്ങൾ ഐ എം വെരി സോറി കേട്ടോ, ഹേ അല്ല, ബെയ്ത്ത് അല്ല, ഹേ ആണ്. കാരണം ഞാൻ ഇത് നോട്ട് ചെയ്തപ്പോൾ തെറ്റായിപ്പോയി. അപ്പം ഹേ എന്നൊരു ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ തുടക്കത്തിൽ കൊടുത്തിരിക്കും. ഹേ എന്നൊരു പദം കൊടുത്തിരിക്കും. അതും ഈ 5 ദിവസങ്ങളിലും ആ പദം, ആ അക്ഷരം ഉപയോഗിച്ചിട്ടില്ല. ഉൽപ്പത്തി 1:31 മാത്രം 6ാമത്തെ ദിവസത്തിനും മാത്രമാണത് ഉപയോഗിച്ചത്. കാരണം it teaches that the Holy One, blessed be he, established a condition with the act of creation. ഈ സൃഷ്ടിയിലൂടെ ദൈവം ഒരു കാര്യം പറയാണ്, ഒരു കണ്ടീഷൻ. say to them, if Israel accept Torah on the 6th day of Sivan. ശ്രദ്ധിച്ചാൽ മതി, 6th day of Sivan. നമുക്കറിയാം തോറ ലഭിച്ചത് സിവാൻ മാസത്തിലെ 6ാമത്തെ ദിവസം. If the Israel accept Torah on the 6th day of Sivan, you will exist. And if they do not accept it, I will return you to the primordial state of chaos and disorder. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തീകരിച്ചു. 6ാം ദിവസത്തെ ദൈവം അവർക്ക് അനുഗ്രഹിക്കും. ഒരു ഹേ എന്നൊരു പദം അവിടെ കൊടുത്തതിന് റബികൾ കൊടുക്കുന്ന ഒരു വലിയ ആശയമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞില്ലയോ, ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും എന്നൊരു വാക്കുണ്ട്. ഞാൻ പണ്ട് വിചാരിച്ചതിനെ കുത്തും കോമയാണ്. അത് ജോട്ട് ആൻഡ് ടിറ്റിൽ എന്ന് എഴുതിയേക്കാം. ജോട്ട് ആൻഡ് ടിറ്റിൽ എന്ന് പറഞ്ഞാൽ 44 ജോട്ട് ആൻഡ് ടിറ്റിൽ ഓൾഡ് ഗവനകത്തുണ്ട്. അതിലെ ആദ്യത്തെ 2ാമത്തെ ഡോട്ടാണ് ഈ ഹേ എന്ന് പറഞ്ഞ പദം. എന്തുകൊണ്ടാണ് ഹേ 6ാം ദിവസം വെച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹൂദന്മാർ മനസ്സിലാക്കി. സിവാൻ മാസം 6ാം തീയതി, അതായത്
6-ാം ദിവസം സിവാൻ മാസത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തെ മുഴുവൻ അനുസരിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അനുസരിക്കാം എങ്കിൽ ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. 6 ദിവസം സൃഷ്ടി കംപ്ലീറ്റ് ചെയ്തു, ശരിയാ. അല്ല, നിങ്ങളത് അനുസരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഐ വിൽ റിട്ടേൺ യു ടു ദ പ്രൈമോഡിയൽ സ്റ്റേറ്റ് ഓഫ് കെയോസ് ആൻഡ് ഡിസോർഡർ. അതായത് ഞാൻ നിങ്ങളെ തിരിച്ചെങ്ങോട്ട് കൊണ്ടുപോകും? പാഴും ശൂന്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാഴും ശൂന്യമായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ഓർഡറിലാകാൻ കാരണം ന്യായപ്രമാണത്തെ ജനത്തോട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ പാഴും ശൂന്യതയും മാറി ക്രിയേഷന്റെ പൂർണ്ണതയിൽ വന്നത് സത്യമാക്കി. യു നീഡ് ടു കണ്ടിന്യൂ ഇൻ ദ തോറ. തോറയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പർവ്വതത്തെ ഇവരുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തെ അക്സെപ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം വരാൻ പോകും. ഇതാണ് ഇവർ കൃത്യമായ നിലയിൽ ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ഇടയിൽ പഠിപ്പിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സങ്കീർത്തനത്തിൽ വായിച്ചുള്ള ഭൂമി വിറച്ചു മൗനമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഭൂമി ഭയന്നിരുന്നു. എപ്പോൾ വരെ? ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുക്കുന്നത് വരെ, അവർ സ്വീകരിക്കുന്നവരെ. അതുവരെ ഭയന്ന് മൗനമായിട്ടിരുന്നു. കാരണം ഭൂമിക്ക് തിരികെ ആ ഡിസോർഡറിലേക്ക് അല്ലെങ്കിൽ ആ ശൂന്യമാവസ്ഥയിലേക്ക് പോകുമെന്നതുകൊണ്ട് ഭയന്നിരുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞത്. സോ ഞാൻ ആ ഭാഗം നേരത്തെ വിശദീകരിക്കുകയും ചെയ്തു. When the people of Israel accepted the Torah, the earth was calmed. സ്വർഗത്തിൽ നിന്ന് ധ്വനി കേൾപ്പിച്ചു, ഭൂമി ഭയപ്പെട്ടു, മൗനമായിരുന്നു. എന്റെ അർത്ഥം എന്താ? ഭയപ്പെട്ടതപ്പോൾ, അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ. എപ്പോഴാണ് നിശബ്ദമായത്? അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഞാൻ തിരിച്ചു വരികയാണ്. ഇനി ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ത് വേണം? കടുകുമണിയോളം ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ സംഭവിക്കും. ഏതാ ഇവിടുത്തെ പശ്ചാത്തലം? മനസ്സിലായോ? തലയ്ക്ക് മീതെ നിൽക്കുക. ഇവരുടെ തലയ്ക്ക് മീതെ നിൽക്കുക ഈ പർവ്വതം. താഴ്വാരത്തിൽ നിൽക്കുന്നത് ഇപ്പൊ ശിഷ്യന്മാർ. ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. പക്ഷെ നിങ്ങളുടെ ഫെയ്ത്ത് എങ്ങനെ ആയിരിക്കണം? പ്യൂർ ആയിരിക്കണം, ശുദ്ധമായിരിക്കണം, കൃത്യമായിരിക്കണം. എന്താണ് ഇവിടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ഈ മല? ന്യായപ്രമാണം, പ്രവാചകൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണ്. ഓൾഡ് ഗവൺമെന്റ് ആണ് ഇവിടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മല. അപ്പൊ ഈ മലയോട് ബന്ധപ്പെട്ടാണ് എന്ത് കിടക്കുന്നത്? ആ ഭൂതം കിടക്കുന്നത്. സ്തോത്രം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? This mountain, that demon is connected with this mountain. If you have faith as a mustard seed, as pure, ഈ മലയോട് നീങ്ങാൻ പറഞ്ഞ നീങ്ങും. അപ്പൊ ഇസ്രായേലിന്റെ തലയുടെ മുകളിൽ നിന്ന് നീങ്ങിയതെപ്പോഴാ? അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ. ഇപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ഈ ഏതാണ് ഈ അക്സെപ്റ്റൻസ്? ഐ വിൽ ഒബേ ദ ലോ. അതാണ് അവരുടെ അക്സെപ്റ്റൻസ്. വി വിൽ ഒബേ ദ ലോ. ഞങ്ങൾ അങ്ങയുടെ വചനം അനുസരിച്ചോളാം. ദാറ്റ്സ് ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കണം? നിശ്ചയമായിട്ടും അനുസരണമുള്ളതായിരിക്കണം. വെറുതെ ഒരു വാചകമല്ല. ഷുഡ് ബി പ്യൂർ ആയിരിക്കണം. ഷുഡ് ബി ഷാർപ്പൻഡ് ആയിരിക്കണം. സെപ്പറേഷൻ ഫ്രം ഇംപ്യൂരിറ്റി. സെപ്പറേറ്റ് ഫ്രം ഇംപ്യൂരിറ്റി യുവർ ഫെയ്ത്ത്. അതായത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇതെങ്ങനെ പറഞ്ഞു തരണമെന്നും പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. ദർ ആർ സോ മെനി തിങ്സ് ആർ ദേർ. യു നീഡ് പ്യുവർ ഫെയ്ത്ത്.
ഇറ്റ് ഈസ് ഷാർപ്പൻഡ്, ക്ലീൻ ആൻഡ് അൺഡിവൈഡഡ്. അങ്ങനാണെങ്കിൽ ഈ പർവ്വതം നീങ്ങിപ്പോവും. കാരണം ഈ റെവലേഷൻ യേശു എവിടുന്ന് കിട്ടി? മറുരൂപമലയിൽ. മോശയും ഏലിയാവും ഡിസപ്പിയർഡ്. സ്റ്റിൽ that mountain is above the people of Israel. By faith, it's going to be removed. ഏത് വിശ്വാസം? പ്യുവർ ഫെയ്ത്ത്. ആ പ്യുവർ ഫെയ്ത്ത് എവിടുന്നാ വരുന്നത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും. ഞാൻ അതിലേക്കൂടെ ഒന്ന് പൊക്കോട്ടെ. എന്താണ് ഈ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് അർത്ഥം? What is the meaning of fasting and prayer? പ്രയർ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം, അരാമൈക് പദം പാലാൽ. പാലാൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കൂടാരത്തിന്റെ കുറ്റി എന്ന്. അന്ന് താമസിച്ചുകൊണ്ടിരുന്ന കൂടാരങ്ങൾ കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ, ഷേക്കാകാതിരിക്കാൻ ഉറപ്പിക്കപ്പെടുന്നത് കുറ്റിയിലാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടാരത്തെ ഉറപ്പിക്കുന്ന കുറ്റിയാണ്. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന. അപ്പം ഫെയ്ത്ത് പ്യൂർ ആകണമെങ്കിൽ യു മസ്റ്റ് ഹാവ് പ്രേയർ. ശരി, ഇത് എവിടെയാണ് ഉറപ്പിക്കേണ്ടത്? ഫാസ്റ്റിംഗ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച, പ്രേയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഞാൻ എൻ്റെ ശ്രദ്ധ മാറ്റുക, എൻ്റെ ആവശ്യങ്ങളെ മാറ്റുക, എൻ്റെ പദ്ധതികളെ മാറ്റുക. ഞാൻ എന്നിൽ നിന്നുള്ള ഫോക്കസ് മാറ്റി ഞാൻ ദൈവത്തിങ്കിലേക്ക് ഫോക്കസ് തിരിക്കുമ്പോൾ അതാണ് ഉപവാസം. എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനല്ല ഉപവാസം. ഞാൻ എന്നെ മറന്നിട്ട്, എൻ്റെ സ്വാർത്ഥത മറന്നിട്ട്, എൻ്റെ സെൽഫായിട്ടുള്ളത് മറന്നിട്ട് ഞാൻ ദൈവത്തിങ്കിലേക്ക് എൻ്റെ ശ്രദ്ധയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഫാസ്റ്റിംഗ് പറയുന്നത്. എൻ്റെ അജണ്ടകളല്ല, എൻ്റെ അജണ്ടകളെല്ലാം ദൈവത്തിന് മുമ്പിൽ കളയും. എനിക്കൊന്നുമില്ല, ഞാൻ അങ്ങിലേക്ക് തിരിയുന്നു. ഫാസ്റ്റിംഗ്. അങ്ങനെങ്കിൽ പ്രയർ എന്തായിരിക്കും? അങ്ങിലേക്ക് തിരിഞ്ഞ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവത്തിങ്കൽ കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടാരത്തിന്റെ കുറ്റിയെ ഉറപ്പിക്കുക. അപ്പൊ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഞാൻ പ്രാർത്ഥനയെന്ന ആ പാലാൽ കൊണ്ട് ദൈവത്തിങ്കൽ അത് ഉറപ്പിക്കപ്പെടുമ്പോൾ ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്. That is a pure faith. That is not a self-oriented faith. That is a pure faith. That is a faith as mustard seed. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞ ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ്. അപ്പോസ്തലന്മാരെ ദൈവം ഉറപ്പിച്ചിട്ട് പറയാ, ഉണ്ടേ നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെയോട് മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫെയ്ത്ത് ഓഫ് ദ അപ്പോസ്റ്റൽസ്, ദാറ്റ് മൗണ്ടൻ വിച്ച് വാസ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ദ തോറ ആൻഡ് ദ ഓൾഡ് കവനന്റ് were cast into the sea 2000 years ago. 70 പർവ്വതത്തെ എടുത്ത് എവിടെ കളഞ്ഞു? സമുദ്രത്തിൽ കളഞ്ഞു. എങ്ങനെ കളഞ്ഞു? ഹൃദയത്തിൽ സംശയിക്കാതെ ദൈവത്തിന്റെ പുത്രനായ യേശുവിങ്കൽ നിന്ന് ആ പ്യൂർ ഫെയ്ത്ത് സ്വീകരിച്ച, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച, ക്രിസ്തുവിൽ ഉറപ്പുള്ള, ദൈവത്തിന് ഉറപ്പ് വെച്ച, ദൈവത്തിലേക്ക് മാത്രം തിരിഞ്ഞ ജനത. ആ ജനത പർവ്വതത്തെ അവിടെ നിന്ന് നീക്കി മാറ്റി, യേശുവിന്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സമുദ്രത്തിലേക്ക് ഇട്ടുകളഞ്ഞു. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ മാത്രം കുറവായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. സ്തോത്രം. ബാക്കി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കണ്ണ് തുറന്നു തരട്ടെ. അതുകൊണ്ട് മറക്കരുത്, ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ ഉപവാസം ഞാൻ എന്നെ മറക്കുന്നതും ദൈവത്തിലേക്ക് മാത്രം തിരിയുന്നതും, പ്രാർത്ഥന ദൈവത്തിങ്കൽ എൻ്റെ കൂടാരത്തിന്റെ കുറ്റിയെ ഉറപ്പിക്കുന്നു. കാറ്റും കോളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റും വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ വിശ്വാസം പ്യൂർ ആകുന്നത് പ്രാർത്ഥനയിലാണ്. നമ്മുടെ സ്വാർത്ഥത വിശ്വാസത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നത് പ്രാർത്ഥനയാലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തേലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥന
പ്യൂർ ആകണമെങ്കിൽ വചനം നിങ്ങളിൽ വസിക്കുന്നു. എപ്പോൾ നിങ്ങൾ വചനത്തിൽ വസിക്കുന്നു, അപ്പോൾ നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, തെറ്റായ മോട്ടിവേഷൻസ്, തെറ്റായ പേർപ്പസുകൾ എല്ലാം നീങ്ങിപ്പോയി. Faith is going to become pure. I believe because of the pure faith of apostles and Christ, that mountain was removed. Now there is no mountain above us. We are under the grace of God. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരെങ്കിൽ, നിങ്ങൾ പൗലോസിന്റെ വാക്ക് ഓർമ്മ വരുന്നുണ്ടോ? പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. We are not below the law. We are below the grace of God. That mountain was removed. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, ബൈബിൾ സ്റ്റഡി അനുഗ്രഹമായെങ്കിൽ, നിശ്ചയമായി നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് ഇവിടെ പറയാം. നിങ്ങളുടെ സംശയങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇത് മറ്റൊരാൾക്ക് അനുഗ്രഹമായെങ്കിൽ, ആകുമെന്ന് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ചാനല്, ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.